എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം. എസെക്കിയേലിന് ദൈവദർശനം. 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്തെ പ്രവാസികളൊത്തു കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങളുണ്ടായി. മാസത്തിൻ്റെ 5-ാം ദിവസം, യെഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം, കൽദായ ദേശത്തെ കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും. തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോടുപോലെ എന്തോ ഒന്നും. 4 ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. എന്നാൽ ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു. തേച്ചുമിനുക്കിയ ഓടുപോലെ അവ തിളങ്ങി. അവയുടെ 4 വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു. ഓരോന്നും ഇടം വലം തിരിയാതെ നേരെ മുൻപോട്ട് നീങ്ങിയിരുന്നു. അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു. 4നും മുൻഭാഗത്തെ മനുഷ്യൻ്റെ മുഖം, വലത്തുവശത്തെ സിംഹത്തിൻ്റെ മുഖം, ഇടത്തുവശത്തെ കാളയുടെ മുഖം, പിൻഭാഗത്തെ കഴുകൻ്റെ മുഖം. അവയുടെ മുഖങ്ങൾ അങ്ങനെ. ചിറകുകൾ മേലോട്ട് വിരിച്ചിരുന്നു. ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ 2 ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ 2 ചിറകുകളും ഉണ്ടായിരുന്നു. അവയോരോന്നും നേരെ മുൻപോട്ട് പോയിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ടവ പോയി. ഇടം വലം തിരിഞ്ഞില്ല. ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെയായിരുന്നു. അവയ്ക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു. ആ അഗ്നി ശോഭയുള്ളതായിരുന്നു. അതിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു. ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി. അതാ, അവയ്ക്ക് ഓരോന്നിനും സമീപത്തെ ഭൂമിയിൽ ഓരോ ചക്രം. അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു. അവയ്ക്ക് 4നും ഒരേ രൂപമായിരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന. അവ ചരിക്കുമ്പോൾ 4ൽ ഏതു ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകാമായിരുന്നു. അവയുടെ പട്ടകൾ ഭയമുളവാക്കത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു. 4ൻ്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു. ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു. ജീവികൾ നിലത്തു നിന്നുയരുമ്പോൾ ചക്രങ്ങളും ഉയരും. അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി. അവയോടൊപ്പം ചക്രങ്ങളും പോയി. എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു. അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും. അവ ഭൂമിയിൽ നിന്നുയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു. കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിതാനമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. അവയുടെ ചിറകുകൾ ആ വിതാനത്തിന് കീഴിൽ ഒന്നിൻ്റെ ചിറക് അടുത്തതിൻ്റേതിൽ സ്പർശിക്കുമാറ് നിവർത്തിപ്പിടിച്ചിരുന്നു. അവയോരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ 2 ചിറകുകൾ ഉണ്ടായിരുന്നു. അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തൻ്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിൻ്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിനു മീതെ ഇന്ദ്രനീല കല്ല് പോലെയുള്ള ഒരു സിംഹാസനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റേതുപോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാൽ എന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം.
കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു. ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. അധ്യായം 2. എസെക്കിയേലിൻ്റെ ദൗത്യം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിനഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിലൊരു പ്രവാചകനുണ്ടായിരുന്നെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെപ്പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വാ തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയൊരു കരവും അതിലൊരു ലേഖന ചുരുളും. അവനത് എൻ്റെ മുമ്പിൽ വിടർത്തി. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. അധ്യായം 3. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു. എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല, ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതയുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്ക് ശ്രവിക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്ക് കേൾക്കുകയില്ല. കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണ്. നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു. നീ അവരെ ഭയപ്പെടേണ്ട. അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവൻ തുടർന്ന്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നീ പ്രവാസികളുടെ അടുത്തേക്ക്, നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് പറയുക. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ആത്മാവെന്നെ മേൽപോട്ടുയർത്തി. കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റേതുപോലെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത്. ആത്മാവെന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു. തെൽ അവീവിൽ കേബാർ നദീതീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാനെത്തി. അവരുടെ ഇടയിൽ സ്തബ്ധനായി 7 ദിവസം ഞാൻ കഴിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു.
എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തൻ്റെ പാപനിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി. ഇതാ, കർത്താവിൻ്റെ മഹത്വം അവിടെ നിൽക്കുന്നു. കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ. ഞാൻ കമഴ്ന്നു വീണു. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നീ വീട്ടിൽ പോയി കതകടച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും. നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും. അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് നീ അപ്പോൾ അവരോട് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അധ്യായം 4. ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് മുൻപിൽ വെച്ച് അതിൽ ജെറൂസലേം പട്ടണത്തിൻ്റെ പടം വരയ്ക്കുക. അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക. ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക. ചുറ്റും പാളയം പണിയുക. എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക. ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മതിലെന്ന പോലെ സ്ഥാപിക്കുക. അതിന് അഭിമുഖമായി നിൽക്കുക. നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. ഉപരോധം ബലപ്പെടുത്തുക. ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും. നീ ഇടത്തുവശം ചെരിഞ്ഞു കിടക്കുക. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും. ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. 390 ദിവസം. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം. അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതു വശം ചെരിഞ്ഞു കിടക്കുക. യൂദാ ഭവനത്തിൻ്റെയും പാപഭാരം നീ വഹിക്കണം. 1 വർഷത്തിന് 1 ദിവസം വെച്ച് 40 ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ ജെറുസലേമിൻ്റെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക. നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം. നിന്റെ ഉപരോധത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുന്നു. ഗോതമ്പ്, ബാർലി, പയർ, തുവര, തിന, ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചെരിഞ്ഞ് കിടക്കുന്ന കാലം മുഴുവൻ 390 ദിവസവും അത് ഭക്ഷിക്കണം. ഒരു ദിവസം നീ 20 ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ. അത് പല പ്രാവശ്യമായി കഴിക്കണം. വെള്ളവും അളവനുസരിച്ച് കുടിക്കാവൂ. ഒരു ഹിന്നിൻ്റെ 1/6 പല പ്രാവശ്യമായി കുടിക്കുക. ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ. അവരുടെ കൺമുമ്പിൽ വെച്ച് മനുഷ്യമലം കൊണ്ട് വേണം അത് ചുട്ടെടുക്കാൻ. കർത്താവ് അരുളിച്ചെയ്തു, ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ വിജാതിയരുടെ ഇടയിൽ
ഇസ്രയേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല. ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, ഇതാ, അപ്പം ചുടുന്നതിന് മനുഷ്യമലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു. അവിടുന്ന് തുടർന്നു, മനുഷ്യപുത്രാ, ജെറുസലേമിൽ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും. അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും.